കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടം തകർന്നു വീണു. 4 പേർ കെട്ടിടത്തിനുള്ളിൽപ്പെട്ടതായി സംശയം. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റതായി വിവരമുണ്ട്. വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു നൽകും. രേഷ്മ, എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം? ഈ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടമാണ് തകർന്നു വീണത്. ഉള്ളിൽ അകപ്പെട്ടവർക്കായുള്ള രക്ഷാപ്രവർത്തനം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? സുരേഷ്, 9:45, 10 മണിയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. ഈ കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു കെട്ടിടത്തിന്റെ ഭാഗമാണ് തകർന്നു വീണിരിക്കുന്നത്. 4 തൊഴിലാളികളാണ് ഇവിടെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്നത്. ആദ്യഘട്ടത്തിൽ ഈ 4 പേരും അവിടെ കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള ഒരു സംശയമാണ് പ്രാഥമിക വിവരം എന്നുള്ള രീതിയിൽ പുറത്തു വന്നത്. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ 4 പേരിൽ 3 പേരെ രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരാൾ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരം. അയാൾ മണ്ണിനടിയിൽ പെട്ടു എന്നാണ് സംശയിക്കുന്നത്. ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഈ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൊടുന്നിനെ തകർന്നു വീഴുകയായിരുന്നു. എന്തായാലും നിലവിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഫയർഫോഴ്സിന്റെയും അതോടൊപ്പം തന്നെ പോലീസിന്റെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. രക്ഷപ്പെടുത്തിയവരെ നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ ഇൻഫോ പാർക്ക് ഉൾപ്പെടുന്ന കാക്കനാട് ഇൻഫോ പാർക്ക് ഉൾപ്പെടുന്ന പ്രത്യേക സാമ്പത്തിക മേഖലയാണ് ഈ സ്മാർട്ട് സിറ്റി പ്രദേശം. അവിടെയാണ് ഈ ഒരു കെട്ടിടം തകർന്നു വീണുള്ള. ഈ നിർമ്മാണത്തിലെ ഏതെങ്കിലും പിഴവ്, അപാകത തന്നെയാണോ ഇത്തരത്തിലുള്ള ഒരു കെട്ടിടം തകർന്നു വീഴാൻ കാരണം എന്നതാണ് പ്രാഥമികമായിട്ടുള്ള സംശയം. ഒപ്പം ഈ 4 പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് വിവരം. അവർക്കായുള്ള രക്ഷാപ്രവർത്തനം തുടർന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. കൂടുതൽ പേർ അകപ്പെടാൻ സാധ്യതയുണ്ടോ? അത്തരത്തിലുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ടോ ഇപ്പോൾ? സുരേഷ്, ഇപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം എന്ന് പറയുന്നത് 4 തൊഴിലാളികളാണ് ഈ കെട്ടിടത്തിൽ നിർമ്മാണ ജോലികളിൽ ഏർപ്പെട്ടിരുന്നത്. ഈ കെട്ടിടം പൊടുന്നനെ തന്നെ, അതായത് പെട്ടെന്ന് തകർന്നു വീഴുകയായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള അപാകതയാണോ കാര്യത്തിൽ നിലവിൽ ഒരു അന്വേഷണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടി പുറത്തേണ്ടതുണ്ട്. എന്തായാലും ഈ 4 പേരിൽ 3 പേരെ രക്ഷപ്പെടുത്താനായി എന്നുള്ള കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരാളാണ് നിലവിൽ ഈ മണ്ണിനടിയിൽ പെട്ടിരിക്കുന്നത്. ഇയാളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഫയർഫോഴ്സിന്റെയും അതോടൊപ്പം തന്നെ പോലീസിന്റെയും നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. 10 മണിയോടുകൂടി, ഏകദേശം 9:45, 10 മണിയോടുകൂടിയാണ് കെട്ടിടം തകർന്നത്. എന്നാലും ഈ സ്മാർട്ട് സിറ്റി പ്രദേശത്ത്, അതായത് ഇൻഫോ പാർക്ക് ഉൾപ്പെടുന്ന മേഖലയാണ് ഈ സ്മാർട്ട് സിറ്റി പ്രദേശം. എന്തായാലും നിലവിൽ കുടുങ്ങിക്കിടക്കുന്ന ആളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. കൂടുതൽ ആളുകൾ ഈ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ധാരണകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഫയർഫോഴ്സിന്റെയും അതോടൊപ്പം തന്നെ പോലീസിന്റെയും സംയുക്ത ശ്രമത്തിൽ രക്ഷാ ദൗത്യം പുരോഗമിക്കുകയാണ്. സുരേഷ്, ശരി. കൊച്ചി സ്മാർട്ട് സിറ്റിയിലാണ് നിർമ്മാണത്തിലിരുന്ന കെട്ടിടം തകർന്നു വീണിരിക്കുന്നത്. ഇപ്പോൾ 3 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾ ഈ കെട്ടിടത്തിനുള്ളിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് സംശയം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളാണ് കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു നൽകിയത്.